കങ്കാരുവിന്റെ സഞ്ചി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കങ്കാരു ഇതിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളിപ്പം ഉള്ളത് മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങുകയാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്ലേസൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് ഒരു മോളുണ്ട് ഇവിടെ, മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ താലിയ മോളതാ ഈ ഒരു ബാഗിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ബാഗ് പറഞ്ഞാൽ ഏറ്റവും സേഫാണ് കേട്ടോ. നമുക്ക് തെറ്റായ ധാരണകളുണ്ട്, അതിലിടാൻ പറ്റുമോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ധാരണകളുണ്ടാകും. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും നമ്മൾ നെഞ്ഞത്ത് കിടന്നിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സേഫസ്റ്റ് പൊസിഷനാണ് കേട്ടത്. അപ്പോൾ ഇതാ നമ്മൾ താലിയ ബേബി അതിൽ ഉറങ്ങിക്കെടുക്കുകയാണ്. അങ്ങനെ നമ്മളിതാ പുറത്ത് ഇപ്പം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നേരം നിന്ന് ഒരു അരമണിക്കൂറോളം കാത്തിരുന്നിട്ടുണ്ടാവും. പക്ഷേ അയാൾ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ നമ്മളെ പറ്റിച്ചു. പിന്നെ നോക്കിയില്ല, കിട്ടിയ ഓട്ടോ പിടിച്ച് നേരെ ഫോണിസ് മാർക്കറ്റ് സിറ്റിയിലേക്ക് പോയിട്ടോ. കയറിയ ഉടനെ തന്നെ ഇസൂട്ടൻ അതും ഇതും പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അവിടെ പൈസ കുറച്ചൊന്ന് പൊട്ടിട്ടോ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോണ വൈതാ നമ്മളെ ഇസുകുട്ടനെ കണ്ണു പൊത്തിയിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ആ ടോയ്സും മൊത്തം നമ്മുടെ തലയിലാവും. അങ്ങനെ പിന്നെ അവിടുന്ന് പാവ് ബജിയൊക്കെ കഴിച്ച് പിന്നെ അവൾക്ക് ചെറുതായിട്ട് പാലൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡിനായിട്ട് പോവാണ് കേട്ടോ. ഉച്ചക്ക് അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ ഒരു ഊബർ ബുക്ക് ചെയ്ത് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ട്രാഫിക് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. അതും പോരാഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിലോ ഒന്നും അറിയാത്തൊരു ഡ്രൈവറാണ് കേട്ടോ. നമ്മൾ ഏതായാലും കുറച്ചൊന്ന് മുംബൈയിൽ വട്ടം കറങ്ങി. അങ്ങനെ ഏതായാലും കുഴപ്പമില്ലാതെ തന്നെ നേരെ ബോർഡിങ്ങിൻ്റെ ടൈമിന് മുന്നായിട്ട് തന്നെ എത്തി. നമ്മൾ അൽഹംദുലില്ലാ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളിതാ കയറാൻ പോവാണ്. അപ്പോൾ ഉമ്മ നമ്മൾ ആദ്യമായിട്ട് അടുത്തുനിന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്നതും ആക്കുന്നതൊക്കെ ഉമ്മ കണ്ട് അൽഹംദുലില്ലാ അതൊക്കെ റാഹത്തായിട്ട് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ഇവിടെ വിമാനം കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സുൻഖാനൊക്കെ വെറുതെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാണ് കേട്ടോ. അവിടുന്ന് അതൊന്നൊക്കെ നോക്കിക്കുന്നതിന്. ഇസുക്കുട്ടിന് ഇതാ നല്ല അടിപൊളി നൂഡിൽസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലിക്കറ്റിൽ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി നമുക്ക് വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം.